യൂട്യൂബ് ചാനൽ അല്ലേ നമ്മുടെ ഇന്ന് ഞാനും അമ്പും മാത്രമേ ഉള്ളൂ. ഒന്ന് എങ്ങടെ പോണേന്ന് അറിയോ? എങ്ങടെ പോണേന്ന് പറഞ്ഞു കൊടുത്ത കുട്ട എന്തെന്ന് എന്നിട്ടാണ് പാർക്കിലാ? പാർക്കിലേക്ക് അതല്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഒല്ലൂരായിരുന്നു. അപ്പം നമ്മൾ നേരെ ഇപ്പം പോണത് കാടുകുറ്റിയിലേക്കാണ്. അയ്യോ, കാടുകുറ്റിയിലേക്കല്ല, കാടുകുറ്റിക്ക് തന്നെ, പക്ഷെ അതിന് മുൻപ് കോട്ടയിലേക്കാണ് പോണത്. നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കാണ് പോണത്. അവിടെ നിന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ ഡേ ആണ് ഗൈസ്. മഴ തുടങ്ങി, അപ്പം നമ്മൾക്ക് ഹോസ്പിറ്റൽ കേസുകൾ വന്നു തുടങ്ങി. അപ്പം ഇന്ന് നമ്മൾക്ക് ഫുള്ളൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. അപ്പം ആദ്യം തന്നെ കോട്ടയിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ പണികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകാമെന്നാണ് വെച്ചിരിക്കണേ. സ്റ്റെബി ഇല്ല, ഞാനും ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ. കൂട്ടാ നമ്മളിപ്പോൾ ഏതിലാണ് പോണത്? നമ്മളിപ്പോൾ ഊബറിൽ പോവാണ് ഗീസ്. ഞങ്ങളിപ്പോൾ ഊബറിലാണ് പോണത്. അവിടേക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് ഊബറും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് എളുപ്പം അല്ലേ. ഇവിടെ ഇപ്പോൾ എത്തിയത് ആമ്പല്ലൂരാണ് എത്തിയേക്കണത്. അപ്പോൾ മഴക്കാലമായി. അതേ മഴ കണ്ട, കുഞ്ഞു മഴത്തുള്ളികൾ കണ്ട, മഴ വരുന്നുണ്ട്. അതേ മഴക്കാലാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അല്ലേ. എനിക്ക് സത്യം പറയാച്ചാൽ ഇനി മഴക്കാലം വലിയ താല്പര്യമില്ല അല്ലേ. നിനക്കിഷ്ടമാണോ? ഒന്നാമത് നിറയെ രോഗങ്ങളാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്തോട്ടെ, പക്ഷെ ഇത് നമുക്ക് പുറത്തേക്കും ഇറങ്ങാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല ഈ മഴ സമയത്ത്. ഒന്ന് ബൈക്കുമ്പോൾ പുറത്തേക്ക് പോകാനോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഈ മഴക്കാലം. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെയാണല്ലോ നമ്മുടെ നാടല്ലേ. ഫുള്ള് 6 മാസം മഴ, 6 മാസം വെയിൽ അല്ലേ. അപ്പോൾ അതെ, അയ്യോ നോക്കി ഇവിടേക്ക് എന്തൊരു ബ്ലോക്കാ നോക്ക്, കണ്ടോ മമ്മി. ഈ അമ്പലൂർ ഭാഗത്തൊക്കെ ആ പണി നടക്കണ കാരണം കൊണ്ട്, മേലെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കണോണ്ട് ഭയങ്കര ബ്ലോക്കായി. എപ്പോഴും ഇനി മഴക്കാലമായ പിന്നെ പറയും വേണ്ട. അപ്പൊ അതെന്തോ എവിടെ പോടാ. അപ്പം ഈ ഭാഗത്ത്, അതായത് നമ്മുടെ തൃശ്ശൂർ ടു എറണാകുളം റൂട്ടില് ഈ ഫ്ലൈ ഓവറുകളുടെ പണി നടക്കണ കാരണം കൊണ്ട് സംഭവം അവര് മറ്റേ ഇതിന്റെ സമയത്ത് തുറന്നു, ഇതിന്റെ ഇലക്ഷന്റെ സമയത്ത് തുറന്നു, പക്ഷെ ഇതിപ്പോ വീണ്ടും അടച്ചിരിക്കുക. അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് പിന്നെയും അതിന്റെ ബ്ലോക്ക് വീണ്ടും കൂടെ ഉള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ കോട്ടയിലെ വീടിന്റെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഹസ്ബേബി ഞാനും തിരിച്ചെത്തി. അല്ല, ഞാൻ തിരിച്ചെത്തി. അല്ല ഹസ്ബേബി, അങ്ങോട്ട് പോക്കോ, അതെ അമ്മാമ്മയുടെ അടുത്തേക്ക് പോക്കോ. അയ്യോ ഹസ്ബേബി, ആ ബാക്കിലേക്ക് പോയിരുന്നു. നമ്മുടെ വീടിന്റെ അവിടേക്ക് പോവാന്നാണ് ആദ്യം വിചാരിച്ചപ്പോ പുന്നസ് അവിടെ ആയിരുന്നു നിൽക്കണ്ടായിരുന്നത്, വീടിന്റെ അവിടെ. പക്ഷേ അവിടെ കയറാൻ നിന്നില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 11:45 അവര് അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് അവിടെ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം പിന്നെ പോകും. അപ്പം ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. ഉച്ച തിരിഞ്ഞു അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അതെ, ഇതൊക്കെ ഇവിടെ കണ്ട, ഇവിടെ എന്ത് പണിയാ? പാലം പണിയാണ്. ചാലക്കുടി പാലത്തിന്റെ പണി നടക്കുന്നത്. രണ്ട് സൈഡിലുള്ള വണ്ടികള് ഒരു ഡയറക്ഷൻ, ഒരു പാലത്തിൽ കൂടെ പോകണം. ബ്ലോക്കാണ് നോർമലി ഉണ്ടാവാറ്, പക്ഷെ ഇന്ന് ബ്ലോക്ക് ഇല്ല. ഇപ്പൊ അപ്പുറത്ത് അങ്ങോട്ട് നീങ്ങുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവാറും. ഈ സ്ഥലങ്ങളുണ്ടല്ലോ നമുക്ക് ബ്ലോക്കില് പെടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഇനിയും. അതെ, ഈ മഴക്കാലം തുടങ്ങിയാലാണ് അവർക്ക് പാലം പണിയാനും ഒക്കെ ഇതിന് പറ്റുള്ളൂ. അത്രയും നാള് ഒന്നിനും പറ്റിയില്ല. ഒന്നാമത് മഴക്കാലത്ത് ഭയങ്കര പണിയാണ്ട് ഇത്ര നാൾ ഇരുന്നത് ഓൾറെഡി മറ്റേ ഓവർ ബ്രിഡ്ജുകൾ 3-4 പണിയണതിന്റെ പേരില് അങ്ങനെ ചെയ്ത് വെച്ചേക്കായിരുന്നു. അതിപ്പോഴും ഓവർ ബ്രിഡ്ജ് പണിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരണ വഴിക്ക് പറഞ്ഞില്ലേ, ഇലക്ഷന്റെ സമയത്ത് മാത്രം അവര് തുറന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ തുടച്ചു. ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും അടച്ചേക്കാണ്. ഇപ്പൊ വീണ്ടും ബ്ലോക്കാണ്. ദിസ് ഇസ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ സ്ഥിരം സ്ഥലം. ഇവിടുത്തെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് പരിചയമായി. അതെ, അത് ശരിയാണ്. ബാക്കിലിരിക്കണ ആള്
ബാക്കിലിരിക്കണ പിന്നെ അല്ലാണ്ടല്ല. അല്ലല്ല അന്ന് ഡോക്ടർ പറഞ്ഞില്ല നീരുവീഴ്ചയും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ നീരുവീഴ്ച വന്നിട്ട് വന്നത്. 468. ഡോക്ടർ ഇവിടെ പെട്ടെന്ന് വന്നപ്പോ ഞാൻ ഹായ് പറഞ്ഞു. ഓർമ്മ കൊടുക്കാൻ വന്ന ആൾക്കാരൊക്കെ അടുത്തൊരു വീട് വാങ്ങിയാൽ മതിയായിരുന്നു. അടുത്ത വീടാ അതാകുമ്പോ അമ്മച്ചിക്ക് നടന്നു വരാമല്ലോ. ഡോക്ടർ ഇപ്പൊ പോകുന്നു പുറത്തേക്ക് ഇറങ്ങിണ്ടായി. അപ്പൊ ബേബി ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? അല്ലല്ല, ഒന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മച്ചിനോട് വന്നപ്പോ വന്നിട്ടുണ്ടായി. ഞാൻ ഉണ്ടായില്ലെന്ന്. ഇല്ല, സംക്രാന്തിക്കുണ്ടാവാറോ? ഇതിപ്പോ മെഡിസിൻ്റെ ഇത് തന്നെയല്ലേ ചെയ്തേ? ഇനി മേടിക്കാൻ പോവല്ലേ ഉള്ളൂ? ഇതാണ് മെഡിസിൻ മേടിച്ചാൽ പോവാലോ. എന്തിട്ട് വേണ്ട ബേബിക്ക്? ചേച്ചി കഴിക്കുന്നുണ്ട് ഡോണറ്റാന്നുണ്ടോ ചേച്ചി കഴിക്കണ്ടായേ? ഏത് ക്രീം ബൺ എന്നാ കൊടുക്കുക അതിനെന്നാ, അല്ലെങ്കിൽ ബ്രൗണി കൊടുക്കണോ? അല്ല ഈ ചെറിയ ഇത് കൊടുക്കുക, ചെറിയ മഫിൻ മേടിച്ചോ. അത് ചേച്ചി തന്നെ മേടിച്ചു മേടിച്ചു. ക്രീം ബൺ തരും. അവിടെ ബില്ല് അടിക്കണേട്ടാ. നോക്കട്ടെ നിന്റെ ക്രീം ബൺ നോക്കട്ടെ. ഇത് എന്തിട്ട് ഇതിന്റെ മോന്തേ ഇത് ഡ്രസ്സ്. അതെ, നമ്മളിത് പരിപാടി കഴിഞ്ഞു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെയുള്ളവരൊക്കെ നല്ലവരാ. ഐ മീൻ അവരുടെ പെരുമാറ്റം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത ഡോക്ടർ. അതെ, കിഡിലൻ ഡോക്ടർ, ഡോക്ടർ അജയ് ജോയ്, പൾമണോളജിസ്റ്റ്. പോവല്ലേ? വേറെ പരിപാടി ഒന്നുമില്ലല്ലോ, നേരെ പോവല്ലേ? ബേബിയുടെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പോവാന്നാ. ഭാഗ്യം തണലത്ത് കിടക്കുന്നുണ്ട് മോളെ, രക്ഷപ്പെട്ടു. മഴ ഞാൻ പറഞ്ഞ വഴി പറഞ്ഞല്ലോ, എനിക്ക് മഴക്കാലം വലിയ ഇഷ്ടമില്ല. മഴയാണെങ്കിൽ മുടിഞ്ഞ മഴ, വെയിലാണെങ്കിൽ മുടിഞ്ഞ വെയിൽ. നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോയത് അമ്മച്ചിക്ക് മറ്റേ നീരുവീഴ്ച. അപ്പൊ നീരുവീഴ്ച വരുമ്പോ ലങ്സിന് മറ്റേ ശ്വാസം എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഇടയ്ക്കുള്ളതാണ്. നീരുവീഴ്ച വന്നപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് കൂടുതലായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പൊ അതിന് മുൻപ് നമ്മൾ പോയി മരുന്ന് കഴിച്ച് നെബുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ചു. പക്ഷെ പ്രശ്നം പറഞ്ഞില്ല, നെബുലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു. മെഡിസിൻ കാര്യങ്ങൾ മുൻപുണ്ടായിരുന്ന മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു. അതാണ് പറഞ്ഞേക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോണതാണ് നമുക്ക്. അത് ഇത് വരുന്ന കാരണം കൊണ്ടാണ്. അതിപ്പോ ഈ ക്ലൈമറ്റ് മാറുമ്പോ നമുക്ക് മൂക്കടപ്പും അങ്ങനെ സംഭവങ്ങളൊക്കെ വരില്ല. അപ്പൊ അത് ആൾക്ക് വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അത് ആൾക്ക് കുഞ്ഞു പിള്ളേരുടെ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ലങ്സ് അത് വെയിറ്റ് കൂടിയതിന്റെയാണ്. വെയിറ്റ് കൂടുതലും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ വയസ്സാകുമ്പോ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. വയസ്സാകുമ്പോ വയസ്സായുള്ള ആളുകളുടെ പോലെ നമ്മൾ നിൽക്കണം. അതെ, അതന്നെയാണ് ഡോക്ടറും പറഞ്ഞത്. നമുക്ക് 56 വയസ്സായെങ്കിൽ 56 വയസ്സുള്ള ആളുകളുടെ പോലെ നമ്മൾ നിൽക്കാം. 20 വയസ്സുള്ള ആളുകളുടെ പോലത്തെ പ്രവർത്തികൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ നിൽക്കും. തന്നെയാണ് ഡോക്ടർ ആളുടെ അടുത്ത് പറഞ്ഞത്. ഒന്ന് തല പൊന്നുമ്പോഴത്തേനും മരത്തമ്മ കയറാനും പറമ്പിലേക്ക് ഇറങ്ങാനും ജാതിക്ക വറക്കാനും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങും. അപ്പൊ പിന്നെ മനസ്സിലാവും. 2 ദിവസം അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം ശവം പോലെ കിടക്കും. അത് ഇതെന്താ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് മാത്രല്ല, എന്റെ വീട്ടിലായാലും ഇത് തന്നെയാ അവസ്ഥ. അവരേതാണ്ട് ചെറിയ പിള്ളേരുടെ പോലെ കാര്യങ്ങളൊക്കെ കാണിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. ബോധമില്ലായ്മ കുറവില്ല, പക്ഷെ എന്താന്ന് എനിക്ക് അറിയില്ല. കൂടി തന്നെയാണോന്ന് അറിയില്ല. അത് ഞാൻ ഇന്നും കൂടി ആലോചിച്ചോളൂ. പ്രായം അയക്കുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേന്നുള്ളത് സത്യമായിട്ട് ഞാൻ എന്താ ആലോചിച്ചോളൂ. നമ്മള് ഇപ്പൊ ഈ 90s അപ്പനമ്മമാരാണ് ഈ ഒരു സ്വഭാവത്തിലുള്ളവരെന്ന് എനിക്ക് തോന്നണേ. അവര് അങ്ങനെയാണ്. അവര് ഒരു കാര്യം പറയണത് കേൾക്കൂല, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഉള്ളത് പറയാലോ. അത് നമ്മള് എന്തായാലും ഇതിന്റെ പിന്നാലെ നിക്കണം എന്നറിയാം. അവർക്കൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ മക്കള് അവരെ നോക്കണില്ല, ഇവരെ നോക്കണില്ല. മക്കളുടെ വഴിക്ക് പോയി. മക്കളുടെ വഴിക്ക് പോണ്ടേ? മക്കൾക്ക് കാര്യങ്ങളില്ലേ? ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പോയി. അത് എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ ഒന്നും പറച്ചിലൊക്കെ നിർത്തി.
ഞാൻ എന്റെ അപ്പനോട് അമ്മോടൊക്കെ പറഞ്ഞു എന്തെങ്കിലും കാണിക്കും, എനിക്കൊന്നും ചെയ്യാനി. ഞാൻ അങ്ങനെയാ പറഞ്ഞത്, ഒന്നും ചെയ്യാല്ലേ, നിങ്ങൾ എന്തെങ്കിലും കാണിക്കും. അത്രയ്ക്ക് ഞാൻ പറഞ്ഞേക്കണം എല്ലാവരുടെ അടുത്ത്. എനിക്ക് വയ്യാണ്ടായി, അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് മനുഷ്യന് വയ്യാണ്ടായി തുടങ്ങി. ഇപ്പൊ നമ്മുടെ വീട്ടില് മാത്രല്ല എല്ലാവരുടെയും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ, മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഡിന്നിമോള് കൊറേ ദിവസത്തിന് ശേഷം ഇവിടേക്ക് വരണേ. കൊറേ ദിവസം? എത്ര ദിവസമായി? 2 ദിവസം. 2 ദിവസമല്ലല്ലോ. അല്ല 2 ദിവസമല്ലല്ലോ. ആ 3 ദിവസം. ഇന്ന് ശനി. ദാറ്റ് മീൻസ് 4 days ആയി. ഇത് 4ാം ദിവസടാ. 4 ദിവസമായി. അപ്പൊ പോയിട്ട് നീ 2 ദിവസം എന്ന് പറഞ്ഞേ. ഡയലോഗ് അടിക്ക് കുറവൊന്നുമില്ല അവളുടെ. എന്തായി മോളെ ചിക്കൻ കറി? നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചു. വന്നു എന്താ എത്ര സമയം എടുക്കും? അത് ഒരു 10-15 മിനിറ്റ്. നമുക്ക് എന്തായാലും ചിക്കൻ നമ്മൾ വന്ന വഴിക്ക് ചടപ്പടന്ന് വരുത്തിട്ടു. അല്ല വെയിലത്തല്ല, ഈ നല്ല മഴക്കാലായിരുന്നു. അതെ, പക്ഷെ ഇപ്പൊ വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മഴക്കാലം വലിയ താല്പര്യമില്ല. കാലം ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത്ര നാൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇത്ര നാൾ ചൂടെടുത്ത് മഴയൊന്നും വന്നാൽ മതിയായിരുന്നല്ലോ. അത് ഡെയിലി ഒരു പ്രാവശ്യം പെയ്താൽ മതി. 24 മണിക്കൂർ എല്ലാ ദിവസവും രാത്രി. ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ രാത്രി കിടില മഴയായിരുന്നു. ഞാൻ വെച്ചാ വീടൊക്കെ ഇപ്പൊ പറന്നു പോകുന്നു. അതേപോലെ കാറ്റും മഴയായിരുന്നു. അതേപോലെ രാത്രി വന്നോട്ടെ. പക്ഷെ രാവിലെ നമുക്ക് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ വീട്ടത്തെ കാര്യം ഇപ്പൊ ഇന്ന് ഞാൻ വരണ വഴി അവിടെ മഴയുണ്ടായിരുന്നു. പക്ഷെ പേരാമ്പ്രയ്ക്ക് എത്തുന്തോറും മഴയില്ല. അങ്ങനെയാണ്. യെസ് ഗൈസ്. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് വീട് വരെ ഒന്ന് പോണം. ഇത് കഴിഞ്ഞിട്ട് പോവാം. നമ്മളിതേ പോട്ട എത്താറായേ. തിരിച്ചവിടുന്ന് പോകുന്നു. നമ്മള് ഫുഡ് റെഡി ആക്കിയെന്ന് വെച്ചിട്ട് അവരുടെ റൂമിൽ അവിടെ കിടക്കായിരുന്നു. ഫോണൊക്കെ നോക്കി ആളവിടെ കിടക്കായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നൈസായിട്ട് ചാടി. അതെ. അപ്പൊ നമ്മള് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് പോകാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണും. അതെനിക്ക് ടാറ്റ ബൈ ബൈ സീ യു.